മക്കളെ 2025 നമ്മൾ എഴുതിയ നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എത്താം. അപ്പോൾ ഈ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ പല കുഞ്ഞുങ്ങളും നീറ്റ് എക്സാമിൻ്റെ ആൻസർ കീ പോലും ഇതുവരെ ചെക്ക് ചെയ്തിട്ട് കാണില്ല. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ പ്രതീക്ഷയിലും വളരെ ടഫായിരുന്നു നീറ്റ് എക്സാം. അപ്പോൾ നിങ്ങൾ അതോടത്ത് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. എന്താണെങ്കിലും നമുക്ക് ഒരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് കിട്ടുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യുക. ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച അത്രയും മാർക്ക് വന്നിട്ടുണ്ടായിരിക്കുകയില്ല, ഒരുപക്ഷെ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിക്കാണാം. എന്ത് തന്നെയാണല്ലോ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. കാരണം നമ്മൾ ഒരു എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ മാർക്ക് കിട്ടുമ്പോൾ ശ്രദ്ധിക്കുക, കഴിഞ്ഞ വർഷത്തേതുപോലെ വലിയ മാർക്കുകളൊന്നും കിട്ടത്തില്ല. അപ്പോൾ 550, 540 ഒക്കെ ഈ വർഷം നമുക്ക് MBBSന് അഡ്മിഷൻ കിട്ടാൻ പറ്റുന്ന നല്ല മാർക്കുകളായിരിക്കാം. നിങ്ങൾ ഈ കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഏത് മാർക്ക് കിട്ടിയാലും അതിനെ അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ വീണ്ടും പൊരുതുകയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുന്ന മാർക്ക് കിട്ടണമെന്നില്ല, പക്ഷേ നമുക്ക് ആഗ്രഹിക്കുന്ന മാർക്ക് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കാം. അപ്പോൾ നമ്മുടെ റിസൾട്ടിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, ഏത് മാർക്കാണെങ്കിലും. അപ്പോൾ അതിനുശേഷം കൃത്യമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് എന്ത് കോഴ്സിന് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ മെഡിക്കൽ കോളേജുകളിൽ, അല്ലെങ്കിൽ ഏത് രീതിയിൽ അതിന് അപ്ലൈ ചെയ്യണം, അങ്ങനെ മറ്റ് നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ദർശന അക്കാദമി ഉണ്ട്, കൂടെ ഉണ്ട് മക്കളെ. ദർശന അക്കാദമി ഒപ്പമുണ്ട് നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.